റെഡ് റോസ്. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. കയ്യിലൊരു റീത്തുമായ ഒരു മരണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് മാനുവലും മേരിയും. അവരോടൊപ്പം 5 വയസ്സുകാരനായ അവരുടെ മകൻ സാമും കൂടെയുണ്ട്. പാവം കുട്ടി, 15 വയസ്സേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താ? ആർക്കറിയാം, പെൺകുട്ടിയല്ലേ, പുറത്ത് പറയാൻ പറ്റാത്ത വല്ല പ്രശ്നത്തിനും പോയി പെട്ടുകയാണ്. പിടിച്ചേക്കാൻ പറ്റാതായപ്പോൾ സ്വയം എല്ലാം അവസാനിപ്പിച്ചതായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല കൊച്ചു. നല്ല മിടുക്കിയ കുട്ടിയാ. ആരും ഇന്നോളം അതിനെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്നാ, കാര്യം ആകെപ്പാടുകളൊന്നാ പോയത്. അവരുടെ അവസ്ഥ ഓർക്കുമ്പോഴാ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഉള്ളിലൊക്കെ എന്താണെന്ന് ആർക്കറിയാം. വന്നവർ ഓരോരുത്തരും ഓരോന്നായി പറഞ്ഞു തുടങ്ങി. എന്നാൽ മാനുവലും മേരിയൊന്നും ശ്രദ്ധിച്ചതേയില്ല. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച ശേഷം അവർ തിരിച്ചു മടങ്ങി വീട്ടിലെത്തിയ ശേഷം 3 പേരും ഫ്രഷായി ഭക്ഷണം കഴിച്ച് കിടന്നു. പിറ്റേന്ന് മാനുവൽ ഓഫീസിൽ പോകാൻ റെഡിയായി. മേരി, സാം റെഡിയായോ? ആയിച്ചായ, അവ റെഡിയാ. മാനുവൽ ഒരു എഞ്ചിനീയറാണ്, മേരി ഹൗസ് വൈഫും. സാം 1ാം ക്ലാസ്സുകാരനാണ്. പപ്പാ, ഞാൻ റെഡി. എന്നാ പോവാം. രണ്ടുപേരെയും യാത്രയാക്കിയ ശേഷം മേരി വാതിലടച്ചു. ആ സമയം തന്നെ സാമിന്റെ മുറിയുടെ ജനാലയും ശക്തിയിൽ അടഞ്ഞു. ഒരു നിമിഷം മേരി ഭയന്നു പോയി. അയ്യോ, എന്റെ കർത്താവ്, ഞാൻ പേടിച്ചും പോയി. മേരി സാമിന്റെ മുറിയിലേക്ക് നടന്നു. ജനാല തുറന്നിട്ട ശേഷം അടയാതിരിക്കാൻ കൊളുത്തിട്ട് വെച്ചു. ശേഷം മേരി തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. എന്നാൽ മുറിക്ക് പുറത്തെത്തിയതും വാതിൽ അതിശക്തമായി അടഞ്ഞു. അയ്യോ, ഇതെന്താ ഇങ്ങനെ? മനുഷ്യ പേടിച്ചു പോയല്ലോ. മേരി തിരിഞ്ഞ് വാതിൽ തുറന്നിട്ടു. ശേഷം കിച്ചണിലെ ജോലിയെല്ലാം തീർത്തു. എല്ലാ മുറികളും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അവസാനം സാമിന്റെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബുക്ക് താഴെ വീണു. മേരി അതെടുത്ത് ടേബിൾ വെച്ചു. അപ്പോഴാണ് ബുക്കിനിടയിൽ എന്തോ ഇരിക്കുന്ന പോലെ മേരിക്ക് തോന്നിയത്. മേരി അത് തുറന്നു നോക്കി. ഒരു ചുവന്ന റോസാപ്പൂവാണ്. മേരി ഒരു ചിരിയോടെ അത് ബുക്കിൽ തന്നെ വെച്ചു. ബുക്കടച്ച് വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തു. ഞാൻ ഇഷ്ടപ്പെട്ട് വളർത്തിയ റോസാ ചെടിയിലെ പൂ എന്റെ പുന്നാരമോൻ എടുത്തു. ഷോ, എനിക്ക് വയ്യ. അപ്പുറത്ത് വീട്ടിൽ ആനിക്കുട്ടി കൊടുക്കാൻ വെച്ചാ. ഇവനത് എപ്പോഴാ പൊട്ടിച്ചെടുത്ത്? എല്ലാ ജോലിയും തീർത്ത് ചെടി നനക്കാൻ മേരി പുറത്തേക്ക് വന്നു. ഓരോ ചെടികളും നനച്ചു വരുമ്പോഴാണ് അടുത്തിരിക്കുന്ന റോസാ ചെടിയിലേക്ക് നോക്കിയത്. അതിൽ വിരിഞ്ഞിരിക്കുന്ന ചുവന്ന റോസാപ്പൂ കണ്ടത് മേരി ഒരു സംശയത്തോടെ ഓർത്തു. അല്ല, പൂ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവന്റെ ബുക്കിലിരിക്കുന്ന പൂ ഏതാ? ആ റോസാപ്പൂ കണ്ടിട്ട് ഇന്നലെ പൊട്ടിച്ചെടുത്ത പോലെയുണ്ട്. ഇവിടെ ഈ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ആ റോസാപ്പൂ ഏതാ? ആ വരുമ്പോ ചോദിച്ചു നോക്കാം. അങ്ങനെ വൈകുന്നേരമായപ്പോൾ മാനുവലും സാമും തിരിച്ചെത്തി. രണ്ടുപേരും ഫ്രഷായി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സോഫയിലിരിക്കായിരുന്നു. അപ്പോഴാണ് മേരി സാമിന്റെ പുസ്തകങ്ങളുമായിട്ട് അവിടേക്ക് വന്ന്. സാം, വാ പഠിക്കാം. അമ്മ, കുറച്ച് കഴിഞ്ഞു മതി, ഇപ്പൊ വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല, വാ. അമ്മ പ്ലീസ്. നോ സാം, കം. പെട്ടെന്നാണ് സാമിന്റെ മുറിയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ അതിശക്തിയിൽ അടഞ്ഞത്. 3 പേര് ഒരുപോലെ ഞെട്ടിപ്പോയി. സാം പേടിച്ച് മേരിയെ കെട്ടിപ്പിടിച്ചു. അയ്യോ അമ്മ. മേരി അവനെ ചേർത്ത് പിടിച്ച് മാനുവലിനെ നോക്കി. ഏയ്, പപ്പയുടെ മോൻ പേടിച്ചോ? ഒന്നുമില്ല കേട്ടോ. ഈശാ, ഇന്ന് രാവിലെ ഇങ്ങനെയായിരുന്നു, ഞാൻ പേടിച്ചു പോയി. ആ വാതിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഈശാനെ നോക്കിയേ. മാനുവൽ വാതിൽ തുറന്ന് നോക്കി. ഏയ്, ഇതിനൊരു കുഴപ്പമില്ല, കാറ്റ് തടഞ്ഞ. ദേ, ജനാല തുറന്നെടുക്കല്ലേ, പുറത്തുനിന്നുള്ള കാറ്റുണ്ട്. മാനുവൽ സാമിന്റെ മുറിയുടെ ജനാലകളെല്ലാം അടച്ചു. ശേഷം ഹാളിൽ വന്നിരുന്നു. വാ മോനെ, പഠിക്കാം. ഇപ്പൊ ചായ കുടിച്ചല്ലേ ഉള്ളൂ, അവൻ കുറച്ച് സമയം കളിച്ചോട്ടെ. സ്കൂളിൽ നിന്ന് വന്നതല്ലേ, ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കണോ? ആഹാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അടുത്ത മാസം എക്സാം തുടങ്ങാം. അപ്പൊ ഇപ്പോഴേ പഠിക്കണം. എന്താ മേരി ഇത്? അവൻ കൊച്ചു കുട്ടിയല്ലേ, അവന് വേണ്ട ഒരു ഫ്രീഡം. മാത്രമല്ല സാധനം നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ അവൻ എപ്പോഴും ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഈശാ, നമ്മുടെ മകൻ ക്ലാസ്സിൽ എപ്പോഴും എല്ലാത്തിനും ഫസ്റ്റ് ആയിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അതിനവന് നമ്മുടെ ഹെൽപ്പ് കൂടി വേണ്ടേ? എന്ന് മേരി പഠിക്കുന്ന കുട്ടി എവിടെ ചെന്നാൽ ഏത് അവസ്ഥയിലാണെങ്കിലും പഠിച്ചോളും. അതിന് പേരൻസ് കൂടെ ഉണ്ടായാൽ മതി. പക്ഷെ നീ അവന് വെറുതെ ഓരോ കാര്യത്തിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് നിനക്ക് മനസ്സിലാവാത്തത്? ഈച്ചാനെന്താ മനസ്സിലാവാത്തത്? ഒന്ന് പറഞ്ഞേ. സാമിന് ഡ്രോയിങ് വലിയ ഇഷ്ടമാണ്, പെയിന്റിങ് വലിയ ഇഷ്ടമാണ്. പക്ഷെ നീ അവന് സ്കൂളിൽ ഡാൻസും പാടിന് ചേർത്തു. എന്തിന്? അവന് ഇഷ്ടപ്പെട്ടിന് അവൻ പേര് കൊടുത്തപ്പോൾ നീ അതിന് എതിർത്തു. അവന് ഇഷ്ടമില്ലാത്തതിന് അവനെ കൊണ്ടുപോയി ചേർത്തു. അതെന്തിനാ? ഈശാ, എനിക്ക് പാട്ടും ഡാൻസും ഇഷ്ടമാണ്. എനിക്കും അതിന് പറ്റിയില്ല. എൻ്റെ വീട്ടിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞില്ല. അതാണ് ഞാൻ എൻ്റെ ആഗ്രഹം മകളിലൂടെ നേടുന്നത്. എടി, നിന്റെ ആഗ്രഹം നീ വീട്ടിൽ പറയണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാം നടന്നേനെ. നീ അവർക്ക് ഒറ്റ മോളല്ലേ, അല്ലാതെ അവർക്ക് 10 പിള്ളേരില്ലല്ലോ. 10 എണ്ണൊന്നുമില്ല, പക്ഷെ വീട്ടിലെ വരുമാനം അനുസരിച്ച് ജീവിക്കണം. മക്കളായ ഞാൻ അങ്ങനെയായിരുന്നു. ഓലക്ക, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നീ ഇപ്പൊ നമ്മുടെ മകനോട് ചെയ്യുന്ന തെറ്റാ. ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും നീ അവൻ അനുവദിക്കുന്നില്ല. അവൻ കൊച്ചുകുട്ടിയാ. നിന്റെ ആഗ്രഹം അവനെ തലയിൽ കെട്ടിവെച്ച് അവന്റെ ആഗ്രഹങ്ങൾ നീ ഇപ്പൊ കുഴിച്ചു മൂടുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളുടെ ശരീരത്തെക്കാൾ മനസ്സിനായിട്ടും ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതും പറഞ്ഞ് മാനുവൽ അവിടുന്ന് പോയി. ശേഷം മേരി സാമിനെയും കൊണ്ട് അവനെ മുറിയിലേക്ക് നടന്നു. അവനെ പഠിക്കാനിരുത്തി. അപ്പോഴാണ് സാമിന്റെ ഡ്രോയിങ് ബുക്ക് കാണുന്നത്. മേരി ബുക്ക് എടുത്താലെ റോസാപ്പൂ സാമിന് നേരെ കാണിച്ചു. സാം, നിനക്ക് എവിടെ നിന്ന് ഈ പൂ കിട്ടിയത്? സാം മേരിയെ നോക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ പേടിയോടെ മിഴിഞ്ഞുപോയി. തന്റെ അമ്മയുടെ പിന്നിലെ രൂപം നിൽക്കുന്നു. അവന്റെ നോട്ടം കണ്ടത് മേരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അമ്മ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മോനെന്തിനാ പേടിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ,
ഓരിന്ന് പഠിച്ചോ. അതും പറഞ്ഞ് മേരി കിച്ചണിലേക്ക് പോയി. തിരിഞ്ഞു നോക്കിയ സാം കണ്ടത് തന്റെ അമ്മയുടെ പിന്നാലെ ആ നിഴൽ രൂപം പോകുന്നതാണ്. ആ നിമിഷം അവൻ അലറി വിളിച്ചു, അമ്മേ. മേരി തിരിഞ്ഞു നോക്കി. എന്താ മോനെ? പെട്ടെന്ന് ആ രൂപം അവന് നേരെ തിരിഞ്ഞു. അവൻ പേടിയോടെ മേരിയെ നോക്കി. ഒന്നുമില്ലെന്ന് പറഞ്ഞു. മേരി തിരിച്ച് കിച്ചണിലേക്ക് പോയി. സാം പേടിയോടെ ചുറ്റും നോക്കി. ഇല്ല, ആ രൂപം ഇപ്പോൾ ആ റൂമിലില്ല. പിറ്റേ ദിവസം മാനുവലും സാമും പോയ ശേഷം മേരി അവിടെ ഓരോ ജോലികളും ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാമിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോഴാണ് ആ ഡ്രോയിങ് ബുക്ക് ടേബിളിരിക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് ആ പൂവിന്റെ കാര്യം അവൾ ഓർത്തു. മേരി ആ ബുക്ക് തുറന്ന് ആ പൂവെടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു. ശേഷം റൂം മുഴുവൻ ക്ലീൻ ചെയ്തു. വൈകിട്ട് സാമിനെ പഠിപ്പിക്കാൻ അവന്റെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മേരി പറഞ്ഞത്, മോനെ, നിന്റെ ബുക്കിൽ ആ പൂവ് അമ്മ കളഞ്ഞു കേട്ടോ, അതാകെ വാടി ചീത്തയായി. അപ്പോഴാണ് സാം ചോദിച്ചത്, ഏത് പൂ? നിന്റെ ഡ്രോയിങ് ബുക്കിലെ പൂ? ഇല്ലമ്മേ, ആ പൂ എന്റെ ബുക്കിൽ തന്നെയുണ്ട്. അതും പറഞ്ഞ് സാം തന്റെ ബാഗിൽ നിന്ന് ഡ്രോയിങ് ബുക്ക് കയ്യിലെടുത്തു. അതിൽ നിന്ന് ആ പൂവെടുത്ത് മേരിക്ക് കാണിച്ചു കൊടുത്തു. മേരി ഞെട്ടിപ്പോയി. ശേഷം ബുക്ക് വെച്ച ഷെൽഫിൽ നോക്കി. ഇല്ല, ആ ബുക്ക് അവിടെ ഇല്ല. മേരി സാമിനോട് ചോദിച്ചു, മോൻ ഈ ബുക്ക് സ്കൂളിൽ കൊണ്ടുപോയിരുന്നോ ഇന്ന്? ആ, ഞാൻ കൊണ്ടുപോയിരുന്നു. എന്താ അമ്മേ? ഏയ് ഒന്നുമില്ല, കളർ ചെയ്ത് മതി, മോൻ പഠിക്കാൻ നോക്ക്. അമ്മ, ഞാൻ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഇനി കളർ ചെയ്തോട്ടെ പ്ലീസ്. പറ്റില്ല, പഠിക്കാൻ നോക്ക്. പെട്ടെന്ന് സാമിന്റെ മുറിയുടെ ജനൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. ആ നിമിഷം മേരി ഞെട്ടിപ്പോയി. പിന്നെ എന്തോ ആലോചിച്ച ശേഷം സാമിനോട് കളർ ചെയ്തോളാൻ പറഞ്ഞു. ആ നിമിഷം അടഞ്ഞ ജനൽ പതുക്കെ തുറന്നു വന്നു. മേരി പെട്ടെന്ന് തന്നെ മാനുവലിന്റെ അടുത്ത് നിന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മാനുവൽ പൊട്ടിച്ചിരിച്ചു. എന്താ മേരി നീ പറയുന്നത്? ഈ വീട്ടിലേതോ ആത്മാവുണ്ടെന്നോ? അതിനിപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് ആത്മാവിനെ ക്ഷണിച്ച്? ഞാനോ നീയോ? അത് നമ്മുടെ മോനോ? ഇച്ചാ, ഞാൻ സത്യ പറയുന്നത്, നമ്മുടെ മോന്റെ മുറിയിൽ എന്തോ ഉണ്ട്, എനിക്ക് ഉറപ്പാ. അതെ, നമ്മുടെ മോന്റെ മുറിയിൽ നമ്മുടെ മോനവരെ കുറെ സാധനങ്ങളുണ്ട്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് അവിടെ വേറൊന്നുമില്ല. നീ വെറുതെ എന്നെ ചിരിപ്പിക്കാതെ പോയി ഫുഡ് എടുത്ത് വെക്കുക, നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. ഞാൻ പറയുന്ന ഇച്ചാ അതിനിപ്പോൾ ശരിയായി തോന്നും. പക്ഷെ ഒന്നോർത്തോ, സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴതൊക്കെ മനസ്സിലാവൂ. മേരിയുടെ പോക്കേണ്ട സാം അവളെ ചിരിയോടെ നോക്കി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ കറണ്ടും പോയി. മേരി അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. ഭക്ഷണം കഴിഞ്ഞ് സോഫയിലിരിക്കുന്ന സാം ഉറക്കം തൂങ്ങുന്ന കണ്ടതും മാനുവൽ അവനോട് പറഞ്ഞു, മോനെ, നീ പോയി കിടന്നേ, കറണ്ട് വന്നോളൂ. മോന് മെഴുകുതിരി എടുത്ത് കൊണ്ടുപോയിക്കോ. സാം മെഴുകുതിരിയുമായി മുറിയിലേക്ക് പോകുന്ന നോക്കി മാനുവൽ ഇരുന്നു. എന്നാൽ സാം ഭിത്തിയുടെ അരികിലെത്തിയതും മാനുവലിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. തന്റെ മകന്റെ നിഴലിനോടൊപ്പം മറ്റൊരു നിഴൽ കൂടി നടക്കുന്നു. സാം മുറിയിലേക്ക് കയറിപ്പോയതും അവന്റെ മുറിയുടെ വാതിൽ തനിയെ അടഞ്ഞു. ഭയന്നുപോയ മാനുവൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ അവിടെ ഇരുന്നു പോയി. കറണ്ട് വന്നു മാനുവൽ ഓടിച്ചെന്ന് സാമിന്റെ വാതിൽ തുറന്നു നോക്കി. അപ്പോഴേക്കും സാം ഉറങ്ങിക്കഴിഞ്ഞു. ഭയത്തോടെ മാനുവൽ ചുറ്റും നോക്കി. അപ്പോഴാണ് സാമിന്റെ ഡ്രോയിങ് ബുക്ക് കണ്ടത്. മാനുവൽ അത് എടുത്തുകൊണ്ടെന്ന് മുറിക്ക് പുറത്തേക്ക് വന്നു. എന്താ ചായ, എന്തു പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നേ? മാനുവൽ ഒന്നും മിണ്ടാതെ ആ ഡ്രോയിങ് ബുക്കും അതിലെ പൂവും പുറത്തു കൊണ്ടുപോയി കളഞ്ഞു. അതുകൊണ്ട് മേരി ചോദിച്ചു, എന്താ ചായ, എന്തിനാ ബുക്ക് കളഞ്ഞേ? ആ ബുക്കും അതിലെ പൂവും ഇനി വീട്ടിൽ വേണ്ട, അത് ആപത്താ. എന്താ ചായ, എന്ത് പറ്റിയേ? കാര്യം പറ. മാനുവൽ കണ്ട കാര്യം മേരിയോട് പറഞ്ഞു. മേരി ഒരു പേടിയോടെ മാനുവലിനെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ചായ, ഇവിടെ എന്തോ ഉണ്ട്. ശരിയാ, നമ്മുടെ മോനോടൊപ്പം ഏതൊരു ആത്മാവ് കൂടെ ഉണ്ട്. നാളെ നീ ഞങ്ങളോടൊപ്പം പോര്, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. മോന് സ്കൂളിൽ വിട്ട് എന്നോടൊപ്പം ഓഫീസിൽ നീയും പോര്. അവിടെ എൻ്റെ ക്യാബിൽ ഇരിക്കാൻ നിനക്ക്. പിറ്റേന്ന് 3 പേരും വീട്ടിൽ നിന്ന് തിരിച്ചു. സാമിനെ സ്കൂളിൽ വിട്ട് മേരിയും കൊണ്ട് മാനുവൽ ഓഫീസിലേക്ക് പോയി. എന്നാൽ ഓഫീസിൽ നിന്നിട്ട് മാനുവലിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് തന്റെ ടേബിളിന്റെ മേൽ ആ ഡ്രോയിങ് ബുക്ക് ഇരിക്കുന്ന കണ്ടത്. സാം മേരിയെ വിളിച്ചു. മേരി ഒരു ഭയത്തോടെ ആ ബുക്കിലേക്ക് നോക്കി. ശേഷം അത് തുറന്നു നോക്കിയപ്പോൾ ആ റോസാപ്പൂവും അതിനുള്ളിലുണ്ടായിരുന്നു. മാനുവലും മേരി ആ ബുക്കും എടുത്ത് നേരെ പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഫാദറിനോട് കാര്യം പറഞ്ഞു. ഫാദർ ആ ബുക്കും പൂവും നോക്കി. സാം ഇപ്പൊ എവിടെയുണ്ട്? സ്കൂളിൽ പോയിരിക്കുക. ഇപ്പൊ ആ വീട്ടിലാരൊക്കെയുണ്ട്? ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അല്ല, 3 അല്ല, 4 പേരുണ്ട് ആ വീട്ടില്. ഇല്ല ഫാദർ, ഞാനും മേരിയും ഞങ്ങളുടെ മകനും മാത്രമേ ഉള്ളൂ. അല്ല മാനുവൽ, ആ വീട്ടിൽ നിങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടെയുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങളിലൂടെ അല്ല, നിങ്ങളുടെ മകനിലൂടെയാണ് വന്ന്. സാമിലൂടെയോ? എങ്ങനെ? അത് പറയേണ്ടത് നിങ്ങളുടെ മകനാണ്. കാരണം ഈ പൂവിലൂടെയാണ് 4ാമത്തെ ആള് നിങ്ങളിലേക്ക് എത്തിയത്. ഞാൻ മോനോട് ചോദിച്ചു നോക്കിയതാ, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കാം, എന്നോട് പറയും, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. അങ്ങനെ പിറ്റേന്ന് ഫാദർ സാമിനെ കാണാൻ അവന്റെ വീട്ടിൽ വന്നു. ഫാദർ അകത്തേക്ക് കയറിയതും സാമിന്റെ മുറിയിൽ വാതിലും ജനലും അടയാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. എന്നാൽ കൊളുത്തിട്ട് വെച്ചുകൊണ്ട് അവ അടയാൻ കഴിയുമായിരുന്നില്ല. ഫാദർ ഒരു നിമിഷം സാമിന്റെ മുറിയിലേക്ക് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഹാളിലെ സോഫയിൽ വന്നിരുന്ന സാമിനെ നോക്കി. ഇതാണല്ലേ നിങ്ങളുടെ മകൻ സാം? അതെ ഫാദർ. ആ, മോർണിംഗ് അടുത്തേക്ക് വാ. ചെല്ലു മോനെ. സാം ഒരു പുഞ്ചിരിയോടെ ഫാദറിന്റെ അരികിലേക്ക് ചെന്നു. മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? മോന് ഡ്രോയിങ്ങും പെയിന്റിങ്ങും മാത്രമാണോ ഇഷ്ടം? ആ നിമിഷം ഫാദർ സാമിനെ നോക്കിയതിനു ശേഷം ചോദിച്ചു. മോന് ഏത് കളർ ഫ്ലവറാ ഇഷ്ടം? റെഡ് റോസ്.
ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. അത് കേട്ടതും ഫാദർ ഒരു പുഞ്ചിരിയോടെ മാനുവലിനെയും മേരിയെയും നോക്കി. അവരുടെ മുഖത്തൊരു ഭയം നിറയുന്നുണ്ടായിരുന്നു. ഫാദർ രണ്ടുപേരെയും നോക്കി, മിഴികൾ ചിമ്മി. ശേഷം സാമിനെ നോക്കി കയ്യിലിരുന്ന ഡ്രോയിങ് ബുക്ക് എടുത്ത് സാമിന്റെ മുമ്പിൽ തുറന്ന ശേഷം അതിൽ ഉണങ്ങിയ റോസ് നോക്കി ഫാദർ സാമിനോട് ചോദിച്ചു, ഈ റോസാപ്പൂ മോനെ എവിടെ നീട്ടിയതാ? എന്നാൽ സാം അതിന് മറുപടി പറഞ്ഞില്ല. ഫാദറിന്റെ കണ്ണുകൾ സാമിന്റെ നേരെയായിരുന്നു. ഒരു പുഞ്ചിരിയോടെ ഫാദർ സാമിനോട് പറഞ്ഞു, മോ റൂമിലേക്ക് പോയിക്കോ, ഫാദർ വെറുതെ ചോദിച്ചതാ. ശേഷം ഫാദർ പുതുതായിട്ട് വാങ്ങിയ ഡ്രോയിങ് ബുക്കും കളർ പെൻസിലുകളും സാമിന്റെ കയ്യിൽ കൊടുത്തു. സാം അത് വാങ്ങി അവന്റെ മുറിയിലേക്ക് പോയി. അവൻ പോകുന്ന ഫാദർ ഒരു ചിരിയോടെ നോക്കി നിന്നു. നാളെ മോനെ സ്കൂളിൽ വിട്ടിട്ട് നിങ്ങളൊന്ന് പള്ളിയിൽ വരണം, എല്ലാം അവിടെ വെച്ച് പറയാം. പിറ്റേന്ന് മാനുവലും മേരിയും പള്ളിയിൽ വന്ന് കാര്യം തിരക്കി. എന്താ ഫാദർ, എൻ്റെ മോനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ല, ഇന്നലെ ഫാദർ ചോദിച്ചിട്ട് മോനൊന്നും പറഞ്ഞില്ലല്ലോ. ശരിയാ, മോനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, മോൻ പറയില്ല, പറയാൻ സാമിന് അനുവാദമില്ല. പക്ഷേ സാം പറയാൻ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നിങ്ങളോട് പള്ളിയിൽ വരാൻ ഞാൻ പറഞ്ഞ്. എന്താ ഫാദർ, നിങ്ങൾ മകനോടൊപ്പം അവസാനമായിട്ട് എവിടെയാണ് പോയത്? അത് ഒരു മരണ വീട്ടിലാണ്. ആരുടെ മരണം? അത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ. ആ കുട്ടിയുടെ അച്ഛൻ എൻ്റെ ഒരു പരിചയക്കാരൻ കൂടിയാ. ആ വീട്ടിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം. അപ്പോൾ ഇപ്പോൾ ആ വീട്ടിലെയാണോ? ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും കയ്യിലൊരു റീത്തുണ്ടല്ലേ പോവൂ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പോയത്? അതെ, ഒരു റെഡ് റോസ് ഫ്ലവേഴ്സ് ആണെങ്കിൽ റീത്തുകൊണ്ടാണ് പോയത്. അത് ആ കുട്ടിയുടെ മേൽ വെക്കുകയും ചെയ്തു. എന്താ ഫാദർ? നിങ്ങൾ കൊണ്ടുപോയ ആ റീത്തിൽ നിന്നാണ് നിങ്ങളുടെ മകൻ ഈ റോസ് എടുത്തത്. അത് പക്ഷേ നിങ്ങൾ അറിഞ്ഞില്ല. ഈ റോസ് സാം എടുക്കുമ്പോൾ ആ റീത്ത് ആ മരിച്ച പെൺകുട്ടിയുടെ ദേഹത്തായിരുന്നു. ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ള സാമിന് തൻ്റെ പ്രിയപ്പെട്ട റെഡ് റോസ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ എടുത്തതാവാം, അത് സ്വാഭാവികം, കൊച്ചുകുട്ടിയല്ലേ. പക്ഷെ അവൻ അങ്ങനെ ചെയ്തപ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവൻ അറിഞ്ഞില്ല. എന്താ ഫാദർ, എൻ്റെ മകനെന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. സാം ഓക്കെയാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോൾ സാമിനോടൊപ്പം ഉണ്ട്. പക്ഷെ ഒരിക്കലും അവനെ ഉപദ്രവിക്കില്ല, മറിച്ച് അവനെ സംരക്ഷിക്കും. ഫാദർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. ഇപ്പോൾ സാമിനോടൊപ്പമുള്ള ആത്മാവ് അതിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാ നിങ്ങളുടെ മകൻ്റെ ജീവിതവും. ഫാദർ എന്താ പറഞ്ഞ്? നിങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോകണം. ആ കുട്ടിയുടെ ജീവിതവും മരിക്കാനുണ്ടായ കാരണം ഇതെല്ലാം അന്വേഷിക്കണം. എല്ലാത്തിനുള്ള ഉത്തരം അവിടെയാണുള്ളത്. ശരി ഫാദർ, ഞങ്ങൾ പോവാം. അങ്ങനെ മാനുവലും മേരിയും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. പോകും വഴി അവരുടെ മനസ്സിൽ തങ്ങളുടെ മകന്റെ മുഖം മാത്രമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് അവർ ആ വീട്ടിലെത്തി. മാനുവൽ കോളിംഗ് ബെൽ അമർത്തി. അവർ വാതിൽ തുറന്നു. ഹായ് സേവ്യർ. ആ മാനുവലോ, ഒരു അകത്തേക്ക് ഇരിക്കാം. ഡെയ്സിയില്ലേ അവിടെ? ആ ഉണ്ട്. അപ്പോഴാണ് അകത്തുനിന്ന് സേവ്യന്റെ ഭാര്യ ഡെയ്സി വന്ന്. മാനുവൽ അവരെ രണ്ടാളെയും ശ്രദ്ധിച്ചു. ഏക മകളുടെ മരണത്തിൽ അവരാകെ തകർന്നിട്ടുണ്ട്, നന്നായി ക്ഷീണിച്ചിട്ടുമുണ്ട്. മാനുവൽ വെറുതെ ഒന്നാണോ, അതോ എന്തെങ്കിലും അത്യാവശ്യം? സേവ്യർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ എങ്ങനെ തുടങ്ങുന്ന? നമുക്കിടയിൽ എന്തിനാണോ വെറുതെ ഒരു ഫോർമാലിറ്റി? താൻ കാര്യം പറ. മാനുവൽ മേരിയെ നോക്കി. അത് മനസ്സിലായതുപോലെ നടന്ന സംഭവം മുഴുവൻ മേരി സേവ്യറിനോടും ഡെയ്സിയോടും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞും രണ്ടുപേരും ഞെട്ടിലോടെ പരസ്പരം നോക്കി. ശേഷം ഒരുപാട് കരഞ്ഞു. മാനുവലും മേരി അവരൊരുപാട് സമാധാനിപ്പിച്ചു. ഒടുവിൽ അവരൊരുവിധം ഓക്കെ ആയതിനു ശേഷം മേരി പറഞ്ഞു, നിങ്ങളുടെ മകൾ അലീന, ആ കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയണം. വെറും 15 വയസ്സ് പ്രായമുള്ള ആ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? മേരിയുടെ ചോദ്യം കേട്ട് രണ്ടുപേരും തലയുയർത്തി നോക്കി. ശേഷം സംസാരിച്ചു തുടങ്ങി. അലീന ഞങ്ങൾക്ക് 6 വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. 2 കുട്ടികൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്തോ അതുണ്ടായില്ല. പിന്നീട് ഞങ്ങൾക്ക് അലീന മാത്രമായി ലോകം. ആഗ്രഹിച്ചെല്ലാം കൊടുത്തു. പക്ഷേ മോള് പഠിപ്പിൻ്റെ ലോകത്തേക്ക് കടന്നപ്പോൾ ഞങ്ങൾ അവൾക്ക് ഒരുപാട് ഉപദേശം കൊടുത്തു. ഞങ്ങളുടെ മോൾ അതെല്ലാം അനുസരിച്ചു. പക്ഷെ അവളെ മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. അധ്യാപകരായ ഞങ്ങളുടെ മകള് എല്ലാത്തിലും ഒന്നാമതാണെന്ന് ഞങ്ങൾക്ക് ഒരു വാശിയുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ അവൾ ഒരുപാട് നിർബന്ധിച്ചു. കുട്ടിക്കാലം തുടങ്ങിയ മോൾക്ക് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ എല്ലായിരുന്നു ഇഷ്ടം. പക്ഷേ ഞങ്ങൾ അവൾ അതിനൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. പകരം അവളെ പുസ്തകത്തിൻ്റെയും പഠിപ്പിൻ്റെയും ലോകത്ത് തളച്ചിട്ടു. എന്തിന്? ഒരു വിഷയത്തിൽ പോലും ഞങ്ങളുടെ മകൻ സെക്കൻഡ് ആവുന്ന ഞങ്ങൾക്ക് സഹിക്കില്ലായിരുന്നു. അത് ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ്, എന്തിന് വെക്കേഷൻ ടൈം പോലും ഞങ്ങൾ അവൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടേയിരുന്നു. അവസാനം ഞങ്ങളുടെ കുട്ടിക്ക് എല്ലാം കൊണ്ടും മടുത്ത് കാണും. അതുകൊണ്ടാണ് അനുഭവിച്ചെല്ലാം അവളുടെ ഡയറിക്കകത്ത് എഴുതി വെച്ച് ഒരു കുപ്പി വിഷത്തിൽ ഞങ്ങളുടെ മകൾ എല്ലാം അവസാനിപ്പിച്ച്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സമയം മാനുവലിൻ്റെയും മേരിയുടെയും മനസ്സിൽ സാമിൻ്റെ മുഖം തെളിഞ്ഞു. ആ നിമിഷം മേരി ഓർത്തു, താൻ തൻ്റെ മകനോട് ചെയ്യുന്ന ഇത് തന്നെയല്ലേ. അപ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സും നോവുന്നുണ്ടാവില്ലേ? മേരി വേദനയോട് ഓർത്തു, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങളുടെ മകൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കണം. അവന് എന്തിനോടാണ് താല്പര്യം അതിനവനെ പ്രോത്സാഹിപ്പിക്കണം. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ കുട്ടികളുടെ തലയിൽ കെട്ടിവെക്കരുത്. അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നെ പാഠമായിട്ട് മാറി. നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരാം. ഇനിയൊരു പ്രശ്നം ആ വീട്ടിലുണ്ടാവില്ല. അങ്ങനെ അവരെല്ലാവരും മാനുവലിൻ്റെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും അകത്തേക്ക് കയറിയ ശേഷം ചെറിയൊരു പേടിയോടെ നിന്നു.
ഏതാ സാമിന്റെ മുറി? ഡെയ്സി ചോദിച്ചു. മേരി മുറി കാണിച്ചു കൊടുത്തു. സേവ്യറും ഡെയ്സിയും മുറിക്കകത്തേക്ക് കയറിയതും വാതിൽ തനിയെ അടഞ്ഞു. പക്ഷെ മാനുവലും മേരി അത് കണ്ട് ഭയന്നെങ്കിലും സേവ്യറും ഡെയ്സി അകത്ത് ഭയമൊന്നുമില്ലാതെ നിന്നു. കയ്യിലെ ബാഗിൽ നിന്ന് കുറച്ച് ഡ്രോയിങ് ബുക്കും കളേഴ്സും ടേബിൾ വെച്ചിട്ട് ഡെയ്സി പറഞ്ഞു, മോളെ, ഞങ്ങൾക്കറിയാം നീ ഇവിടെ ഇപ്പം ഈ മുറിയിലുണ്ടെന്ന്. ഇനി നീ ഇവിടെ വേണ്ട, പോയിക്കോ മോളെ. നിന്നോട് ചെയ്തു പോയതിന് ഞങ്ങളിപ്പോൾ ഉരുകി ജീവിക്കുക. അതുപോലത്തെ അവസ്ഥ ഈ വീട്ടിലുണ്ടാവരുത്. നിന്നെ ഭയന്ന് ജീവിക്കുക അവർ. നീ എന്തുകൊണ്ട് അവരോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. നീ അനുഭവിച്ച് ഇനി ആ കുട്ടി അനുഭവിക്കില്ല. അമ്മ പറഞ്ഞ് അനുസരിക്കണം മോള്. നിറകണ്ണുകളോടെ പറയുന്ന ഡെയ്സിയെ സേവ്യർ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് സാമിന്റെ മുറിയുടെ ജനലും വാതിലും തുറക്കപ്പെട്ടത്. ശക്തമായി അകത്തേക്ക് വന്ന കാറ്റിൽ പലതും താഴെ വീണുടഞ്ഞു. അപ്പോഴാണ് ടേബിൾ വെച്ച സാമിന്റെ ഡ്രോയിങ് ബുക്കിന്റെ ഓരോ താളുകളും കാറ്റിൽ പറന്നു മറിഞ്ഞത്. അതിൽ സാം വെച്ച റോസാപ്പൂ ആകെ വാടിക്കരിഞ്ഞിരുന്നു. കാറ്റിന്റെ വേഗതയിൽ ആ പൂവിന്റെ ഓരോ ഇതളും പറന്ന് പുറത്തേക്ക് പോയി. അതോടെ കാറ്റിന്റെ വേഗത കുറഞ്ഞു വന്നു. ഡെയ്സിയുടെയും സേവ്യറിന്റെയും കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സാമിന്റെ മുറിയിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും സാം സ്കൂളിൽ നിന്ന് വന്നിരുന്നു. അവനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, മോൻ്റെ ഡ്രോയിങ് ബുക്ക് ആൻറ്റി കൊണ്ടുപോവുക കേട്ടോ. പകരം പുതിയ ഡ്രോയിങ് ബുക്കും കളേഴ്സും മോൻ്റെ ടേബിൾ വെച്ചിട്ടുണ്ട്. പോയി കളിച്ചോ കേട്ടോ. സാം സന്തോഷത്തോടെ തലയാട്ടി അവൻ്റെ റൂമിലേക്ക് പോയി. സാം പോയി കഴിഞ്ഞപ്പോൾ ഡെയ്സി മാനുവലിൻ്റെയും മേരിയുടെയും നേർക്ക് തിരിഞ്ഞു. ഞങ്ങളുടെ മകളെ കൊണ്ട് ഇനി നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അവൾ പോയി. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അലീനെ പോലെ തന്നെയാണ് സാമും. അലീനയുടെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ തടസ്സം നിന്ന പോലെ സാമിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അവൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കണം. അവനെ പ്രോത്സാഹിപ്പിക്കണം. സാം കൊച്ചു കുട്ടിയാണ്. അങ്ങനെ കുറച്ച് സമയം അവരോട് സംസാരിച്ച ശേഷം ഡെയ്സിയും സേവ്യനും തിരിച്ചുപോയി. എല്ലാം മനസ്സിലാക്കിയ ശേഷം മേരി പിറ്റേ ദിവസം സാമിനെ കൂട്ടി സ്കൂളിൽ വന്നു. അവൻ്റെ ആഗ്രഹം പോലെ ഡാൻസിൽ നിന്നും പാട്ടിൽ നിന്നും സാമിനെ മാറ്റി ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും ചേർത്തു. സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നാൽ സാമിനോടൊപ്പം മേരി മാനുവലും കുറച്ച് സമയം ചെലവഴിക്കും. സാം പഠിക്കാനിരിക്കുമ്പോൾ രണ്ടുപേരും അവനോടൊപ്പം ഓരോ സംശയങ്ങളും തെറ്റുകളും തിരുത്തി കൊടുക്കാൻ അവനോടൊപ്പം ഇരിക്കും. അങ്ങനെ ഇപ്പോൾ സാമും വളരെ ഹാപ്പിയാണ്. ഇവരുടെ സന്തോഷം കണ്ടുകൊണ്ട് സാമിന്റെ മുറിയുടെ ജനാലക്കരികിൽ ഒരു പുഞ്ചിരിയോടെ അലീനയും നിൽപ്പുണ്ടായിരുന്നു.